അമ്മ വേറെ ബലൂൺ ഉണ്ടാക്കി തരാം. ഓക്കെ, അമ്മ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കി തരട്ടെ. പിന്നെ അടിപൊളിയായിട്ട് ബലൂൺ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിന്ന് അടിപൊളി ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കിയിട്ട് നമ്മളിന്ന് കളിക്കാൻ പോവാണ്. അപ്പൊ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു കാര്യം വിചാരിച്ചാ അത് സെറ്റാണ്. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ അടിപൊളി ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോണ്. അപ്പൊ അതിനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുപ്പി എടുത്തേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചേക്കാണ്. അതിലേക്ക് നമ്മുടെ അലുമിനിയം ഫോയില് ഇങ്ങനെ ഓരോ കല്ലെടുക്കുക, ഓരോ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ എടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം അലുമിനിയം ഫോയിൽ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ കല്ല് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുട്ടി ഓരോ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കാം. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ അലുമിനിയം ഫോയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചുറ്റി കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി കിടക്കും. അപ്പൊ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എളുപ്പത്തിൽ നടക്കില്ല. പക്ഷെ താന്ന് കിടക്കുകയാണെങ്കിൽ സുഖമായിട്ട് ആ റിയാക്ഷൻ നടക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്ലാക്കി പൊതിഞ്ഞിട്ടേക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ അലുമിനിയം ഫോയിൽ കേട്ടോ. അപ്പൊ നമ്മളിത് കടയിൽ നിന്ന് മേടിച്ചതാണ്, നമുക്ക് എല്ലാവരും മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ അടുത്തത് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇതേ നമ്മളെടുത്തേക്കണ കുപ്പി നോക്കിയാൽ നല്ല കട്ടിയുള്ള കുപ്പിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ റിയാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ചൂട് വരുന്ന ഒരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെയാണെങ്കിൽ അത് ഉരുകിപ്പോവും. ഉരുകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഒരു കുപ്പി എടുക്കുക. പിന്നെ മെറ്റലിൻ്റെ ഒന്നും എടുക്കണ്ട. വേറെ റിയാക്ഷൻ നടന്ന് ചിലപ്പോൾ ഹൈഡ്രജൻ മാറുകയോ അല്ല നൈട്രജനാ അങ്ങനെ എന്തെങ്കിലും വേറെ വല്ല പോയിസണസ് ഗ്യാസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ചില്ലിൻ്റെ കുപ്പി തന്നെ എടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അപ്പം ഞാനൊരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ കല്ലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. കല്ലുകൾ കണ്ട. അപ്പം ഞാൻ കുറച്ച് കല്ലിങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട. അപ്പം ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് നിറയ്ക്കാൻ പോവാണ്. അപ്പം നമ്മളിതിൽ അലുമിനിയം ഫോയിൽ ഇട്ട് നിറച്ച് വെച്ചു കേട്ടോ. ഇതിനടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ അലുമിനിയം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോക്കി ഇവിടെ കണ്ട, ഇത് നമ്മുടെ ഡ്രെയിൻ ക്ലീനറാണ്. നമ്മുടെ ഈ സിങ്കും ഒക്കെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അഴുക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രെയിൻ ക്ലീനർ. ഇത് നമ്മുടെ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു കൂട്ട് വരണത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരണത്. സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെ ഒരു ആൽക്കലിയാണ് സംഭവം. അപ്പോൾ ഈ ആൽക്കലിയും പിന്നെ നമ്മുടെ വാട്ടറും കൂടി ഒക്കെ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ആൽക്കലൈൻ റിയാക്ഷൻ അവിടെ നടക്കുക. അതിനുശേഷം നമ്മൾ ഈ അലുമിനിയം ഫോയിൽ എന്താ ഈ റിയാക്ഷനിൽ അലിയുമ്പോൾ അവിടെ ഹൈഡ്രജൻ്റെ ഗ്യാസ് ഉണ്ടാവുക. അപ്പം എന്താ ഉണ്ടാവണേ, നമ്മുടെ ഈ ഡ്രെയിൻ ക്ലീനർ ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അവിടെ ഒരു ആൽക്കലൈൻ റിയാക്ഷൻ നടക്കും. ആൽക്കലൈൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ അലുമിനിയം ഡിസോൾവ് ആവും. അപ്പം നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ ഈ ബലൂൺ വെച്ചിട്ട് അതിന് പിടിക്കും. അതിനാണ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോകണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുട്ടികൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഈ ഡ്രെയിനെക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ തന്നെ എന്റെ കയ്യിലായതിനു ശേഷം ഭയങ്കര ചൊറിച്ചില്, ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അത് കാരണം കുട്ടികൾ ഇത് ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് ഇത് അമ്മമാരോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് ഭയങ്കര കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റും ആണ്. എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ചിലയിടത്തൊക്കെ പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ബലൂണിന്റെ ഉള്ളിൽ നമ്മൾ ഈ സംഭവം നിറച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണല് വെച്ച് നിറയ്ക്കാം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ബലൂൺ വെക്കണം, അതൊക്കെ കുറച്ച് റിസ്ക് അല്ല. അപ്പൊ ഇത് നല്ലത് ഈ ബലൂണിന്റെ ഉള്ളിലേക്ക് ഇത് നിറച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ ബലൂണിനെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതുപോലെ രണ്ട് തരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഇങ്ങനെ വെച്ചു നമ്മള്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഡ്രെയിനെക്സ് നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യൂട്ടാ. നോക്കിക്കോ, നമ്മൾ കുറച്ച് കൂടുതൽ ഡ്രെയിനെക്സ് ഇട്ട് കൊടുക്കുക. അതെ, ഇപ്പൊ ഹൈഡ്രജൻ ഇപ്പൊ വന്നു കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഇത് റിയാക്ഷൻ നടക്കണം നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കണം. കണ്ടോ, നല്ലോണം റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ റിയാക്ഷൻ തുടങ്ങി. കണ്ടോ നിങ്ങള്, ഇവിടുത്തെ റിയാക്ഷൻ അപ്പൊ നല്ലോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതേപോലെ നമ്മൾ ഇതിലൊക്കെ നമ്മുടെ ഡ്രെയിനെക്സ് നിറച്ചു വെച്ചേക്കാണ്.
ഇത് ഞാൻ പൊക്കി കഴിഞ്ഞ് ഇവിടെയൊക്കെ റിയാക്ഷൻ തുടങ്ങാൻ പോവാട്ടോ. അപ്പൊ നമ്മളിന്ന് ഒന്നല്ല ഒരു 4 ഹൈഡ്രജൻ ബലൂൺ വെച്ചിട്ടാണ് കളിക്കാൻ പോണത്. ഒരെണ്ണം പാറുവിന്, ഒരെണ്ണം ദീപിക്ക്, ഒരെണ്ണം അമ്മയ്ക്ക്, ഒരെണ്ണം അതല്ല ശരിക്കും കാണാനല്ലേ കണ്ട നമ്മുടെ ഹൈഡ്രജൻ ഉണ്ടായോണ്ടിരിക്കാണ്. അപ്പൊ ഇവിടെ ഒരു ആൽക്കലൈൻ റിയാക്ഷൻ നടന്നിട്ട് ദേ നമ്മുടെ അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേ നമ്മുടെ ഇത് ഏത് ലെറ്ററാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് ഏത് ലെറ്ററാണ് അല്ല ഏത് ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? ഇതൊരു ബർത്ത്ഡേ ബലൂണാണ്. അപ്പൊ ഒരു അടിപൊളി ബലൂണാണ് വരണ. അപ്പൊ അറിയണവരും ശരി ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാട്ടോ. ഇത് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറ ജസ്റ്റ് ഇവിടെ തൊട്ടോക്ക് ചൂടില്ലേ? ഇതൊന്നും തൊട്ടോക്ക്. അപ്പൊ അതെ നല്ല ചൂടുണ്ട്. അപ്പൊ ഈ അലുമിനിയം ഒക്കെ ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കാണ്. പാറു ജീവിത സന്തോഷായ? അപ്പൊ ഇത് എത്ര സമയം എടുക്കുന്ന അറിയില്ല. അതെ ഓരോരുത്തര് ചിലവരൊക്കെ വേഗം വേഗം വലുതായോണ്ടിരിക്കുക. ഇനി ഇതെങ്ങാനും നിറഞ്ഞ് പറന്നു പോവാന്ന് എനിക്ക് പേടി. പിന്നെ നല്ല കട്ടിയുള്ള കുപ്പിയായ കാരനാണ് ഇത് കുപ്പിക്കൊന്നും വരാൻ നോക്കിയേ കണ്ട. ഭയങ്കര റിയാക്ഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. അയ്യോ ചേട്ടാ ഇത് പൊട്ടി തെറിക്കോ? എനിക്കൊരു പേടി. ഈ വെള്ളം കയറുണ്ട്. അയ്യോ എല്ലാത്തിലും വെള്ളം കയറി. വെള്ളം ഹൈഡ്രജനാ അത് ഇതിൽ കെട്ടിട്ടെടുക്ക്. ഇതിൽ കെട്ടിട്ടെടുക്കടി. അവിടെ ഒരു കെട്ടിട്ടെടുക്ക്. നൂലൊക്കെ കൊണ്ടുവച്ചിട്ടില്ലേ? നൂല് കൊണ്ടുവച്ചിട്ടില്ലേ? ആ ഇതിൽ കെട്ട. അത് പൊക്കോട്ടെ. ആ ഗ്യാസ് പൊക്കോട്ടെ. ആ ഓ എത്ര വേണ്ടതിന് അതിനനുസരിച്ച് കെട്ടിടും. ബാക്കിയുള്ളതൊക്കെ ഇതുണ്ട്. മറ്റേത് അപ്പൊ തന്നെ ഊരെടുക്കണമായിരുന്നോ? അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇത് ഭയങ്കര റിയാക്ഷൻ ആയിട്ടാ. അപ്പൊ നമ്മുടെ ആ ഒരു ബലൂണിന്റെ ഡിജിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം. അത് അപ്പൊ തന്നെ പൊട്ടിപ്പോയി. എനിക്ക് ആ സമയത്ത് ആ വെപ്രാളത്തിൽ അത് ഊരാൻ പറ്റിയില്ല. എന്താ പറയാ കഷ്ടകാലത്തിന് അത് പൊട്ടിപ്പോയി. ഇനി ഇതും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും ഇത് ഇത്ര ആയില്ലേ. അപ്പൊ ഈ ഒരു ബലൂൺ ഞാൻ നൂലിട്ട് കെട്ടിയെടുക്കാൻ പോവാട്ടോ. തിരിച്ചു പറ. ഈ ഒരു ബലൂൺ ഞാൻ നൂലിട്ട് കെട്ടിയെങ്കിലും എടുക്കാൻ പോവാ. നമുക്ക് പേരിന് ഒരു ബലൂണെങ്കിലും വേണ്ടേ? ഈ ബലൂണുകളൊക്കെ മെല്ലെ മെല്ലെ വലുതായി വരും. അപ്പൊ വലുതായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബലൂൺ കുറച്ച് വലുപ്പത്തിൽ എടുക്കാം. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ഉണ്ടാക്കിയ തിക്കുന്നവർക്കും കണ്ടില്ലേ. അപ്പൊ ഈ ഹൈഡ്രജൻ ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ കുറച്ച് റിസ്ക് ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായിണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പൊ ഈ റിയാക്ഷൻ അങ്ങോട്ട് നടന്നപ്പോ ആ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരണതിനനുസരിച്ചിട്ട് ഈ വെള്ളം ഈ ബലൂണിൽ അങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ വെള്ളവും കയറിടും ഹൈഡ്രജനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ശരിക്കും പേടിയും. കാരണം ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്നൊക്കെ. എല്ലാം കൂടി അലച്ചും എനിക്ക് പേടിയും. അവസാനം നമ്മുടെ 8 എഴുതിയിട്ടുള്ള ആ ബലൂൺ ഒറ്റ പൊട്ടിത്തെറിക്കില്ല, തെറിച്ചു. പാവം ഞാൻ വളരെ ആഗ്രഹിച്ച് മേടിച്ച ബലൂണായിരുന്നു. എന്നാൽ സാരില്ല അവസാനം നമുക്ക് ജീവനോട് കൂടി 2 ബലൂണിന് ബാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം നമ്മുടെ പാറുവിനും ഒരെണ്ണം ദീപിക്കും. ഇനി ഇതിൽ ഇത്തിരി കൂടി ഹൈഡ്രജൻ ഉണ്ടായോണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വീർത്തിക്കണത് കണ്ടാ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയാ റിസ്ക് എടുത്തിട്ട് ആരും ഇങ്ങനെ ചെയ്യരുത്. അച്ഛനും അമ്മയുടെയും കൂടെ മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള ഇത്രയൊക്കെയാണ്. പിന്നെ ഒരു ബലൂണും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബലൂൺ അതിന്റെ ഉള്ളിലാണെങ്കിൽ നല്ലോണം വീർത്ത് വന്നതായിരുന്നു. ഞാനത് ഉരുണന്റെ ഇടയിൽ ഹൈഡ്രജൻ അല്ലേ പെട്ടെന്നൊരു പോക്കാ പോയി. ഹൈഡ്രജൻ മൊത്തമായിട്ട് പോയി. കാരണം ഹൈഡ്രജന് വെയിറ്റ് വളരെ കുറവല്ലേ. പെട്ടെന്നാ പോയി ഗ്യാസ് മുഴുവൻ. അപ്പൊ പിന്നെ നിറച്ചതാണ്. പക്ഷെ ഇതിൽ വെള്ളം കയറി. അത് കാരണം എന്താ പറയാ ഇത് വെയിറ്റ് കൂടി കണ്ട അത് പോയി. ഇത് നമുക്ക് ജീവനോട് കൂടി 2 ബലൂണാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പറഞ്ഞ പാറുവിന് പറഞ്ഞ ദീപിക്കും.
അപ്പൊ എന്താ പറയാ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അച്ഛനും അമ്മയുടെയും കൂടെ മാത്രം. കാരണം വളരെ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആണിത്. കാരണം ഞാൻ ഈ യൂട്യൂബിലൊക്കെ കുറെ കണ്ടു ഇത് കുറച്ച് എന്താ പറയാ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി കിട്ടില്ല കമന്റ്സ് അയക്കാൻ മറക്കരുത്. പിന്നെ എന്താ പറയാ, ഇന്നത്തെ ഈ തിക്കും തിരക്കും വെപ്രാളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾ പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ ദീപൊക്കെ ഇവിടെ ബലൂണിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിഡ്ലൻ എക്സ്പെരിമെന്റ്സ് ഇനിയും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് എന്ത് എക്സ്പെരിമെന്റ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല അടിപൊളി കിഡ്ലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ Take care and thanks for watching. Bye.